നിങ്ങൾ എന്തിനാണ് എവിടെയോ കിടക്കുന്ന ഈ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പരിചയമില്ലാത്ത ആളുകളെ പോയി തല്ലാനും പിടിക്കാനായിട്ടും ഈ സോഷ്യൽ മീഡിയ വഴി തെറി വിളിക്കാനും ഒക്കെ ഈ പോകുന്നത്? ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളൊന്നും നിങ്ങളെ അറിയത്ത് പോലുമില്ല. ഇവരിഷ്ടപ്പെടുന്ന നടന്മാരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ അവരഭിനയിച്ച് ഏതെങ്കിലും സിനിമയെ കുറ്റം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് വെപ്രാളവും പരവേശമാണ്. നമ്മുടെ വീട്ടുകാരെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വരുമല്ലേ, അതിനേക്കാളും അപ്പുറം ഇവർക്ക്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്ര മാനസികമായിട്ട് എന്തുമാത്രം പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവരെ കാണുമ്പോൾ, അല്ല ഈ ആരാധകരെ കാണുമ്പോൾ ഇവർ ഇങ്ങനെ ചിരിച്ച് ആ മോനെ കൊച്ചെ എന്ന് പറഞ്ഞ് നിൽക്കണം. ഇപ്പം വലിയ സൂപ്പർ സ്റ്റാറായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ അന്ന് ദേഷ്യപ്പെട്ടതൊക്കെ ഇപ്പോൾ അവർ മാറി. കാരണം വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ തുടങ്ങും ക്യാമറ. അവിടം വരെ അവരുടെ യഥാർത്ഥ സ്വഭാവമായിട്ട് ഗേറ്റ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഉടനെ ഹായ് പിള്ളേരെ കൊച്ചേ. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനായിട്ടാ, ഞാൻ അവരെ കുറ്റം പറയത്തില്ല, കാരണം അത് അവരുടെ നിവൃത്തികേടാണ്. നമ്മൾ ഈ ഫാൻസിനെ കുറ്റം പറയുമ്പോഴേ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം ഈ ഫാൻസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇഷ്ടമാണ്, അതായത് ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇഷ്ടമാണെങ്കിലും അവരിലെ കലാകാരനെ അല്ലെ കലാകാരികളെ ആയിരിക്കും ഇവർക്കിഷ്ടം. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വാക്ക് തർക്കത്തിൽ ഏർപ്പെടാനായിട്ടോ അല്ലെ അവർക്ക് വേണ്ടി തമ്മിത്തല്ലി ചാകാനായിട്ടോ ഒന്നും അവരെ കിട്ടില്ല. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫാൻസ്, ഇവരെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർക്ക് ഈ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ജീവൻ്റെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലഹരിയാണ്. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ തമ്മിത്തല്ലി ചാകാനായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കിടന്ന് വാക്ക് തർക്കത്തിൽ ഏർപ്പെടാനായിട്ടും ഒക്കെ ഇവർക്ക് വല്ലാത്ത വിഷമമാണ്. കാരണം ഇവർ എന്താ പറയുക, നമുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് ഈ ചൂട് പിടിക്കുന്നത്. അതേസമയം ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ നടിമാരെക്കുറിച്ചില്ലെന്ന്, ഇവരിഷ്ടപ്പെടുന്ന നടന്മാരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ അവരഭിനയിച്ച് ഏതെങ്കിലും സിനിമയെ കുറ്റം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് വെപ്രാളവും പരവേശമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുകാരെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ദേഷ്യം വരുമല്ലേ, അതിനേക്കാളും അപ്പുറം ഇവർക്ക്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം ഈ സൂപ്പർ സ്റ്റാറുകൾക്കാണെങ്കിൽ ഇവരുടെ വിചാരം ഇവരെ കാണുമ്പോൾ ഇവരോട് ഭയങ്കര ഐ ലവ് യു ആണെന്നാണ് ഇവരുടെ വിചാരം. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ നിവൃത്തിയോട് കൊണ്ട് ഇവന്മാർ ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് സെൽഫി എടുക്കാനായിട്ടും അല്ലെ സാറാ ചേട്ടാ എന്നൊക്കെ വിളിച്ച് പറയാൻ നടക്കുമ്പോഴത്തേക്കും ഇവർ നിവൃത്തികേട് കൊണ്ട്. കാരണം ഈ നമ്മുടെ ശ്രീനിവാസൻ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ, ആരാധകർ നാറികൾ എന്ന് പറയും, ഉദയനാണ് താരത്തിനകത്ത്. സരൂ സാറിനെ കാണുമെന്ന് പറഞ്ഞ് പുറത്ത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒന്നാം ബാൽക്കണി ചെന്ന് നിന്നാൽ എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികൾ ഈ ഹൈദരാബാദിൽ വെച്ചുള്ള സ്വയം തരില്ലെന്ന് വെച്ചാൽ ശ്രീനിവാസൻ ഈ സിനിമയിൽ എഴുതി വെച്ചതും അഭിനയിച്ചതും എല്ലാം കറക്റ്റ് കാര്യമാണ്. അതായത് ഇവരുടെ അവസ്ഥ തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇവരും നമ്മളെപ്പോലെ തന്നെ ചോര നീരുമുള്ള മനുഷ്യർ തന്നെയല്ലേ. അതായത് ഇവർക്ക് വരും, പനിയും വരും, ജലദോഷം വരും, അല്ലെ ഈ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സ് വരും, വയറിളക്കം വരും. പക്ഷേ എത്ര മാനസികമായിട്ട് എന്തുമാത്രം പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവരെ കാണുമ്പോൾ, അല്ല ഈ ആരാധകരെ കാണുമ്പോൾ ഇവർ ഇങ്ങനെ ചിരിച്ച് ആ മോനെ കൊച്ചെ എന്ന് പറഞ്ഞ് നിൽക്കണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഉള്ളിലുള്ള ദേഷ്യം നമ്മൾ പുറത്ത് കാണിച്ച് കഴിഞ്ഞാൽ അന്നേരം ഇവന്മാർ ഒരു അഹങ്കാരി, ഇവനെയൊക്കെ നമ്മളല്ലേ ഇവനെയൊക്കെ സൂപ്പർ സ്റ്റാർ ആക്കിയത്, വൃത്തികെട്ടവൻ, എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ ചോദിക്കുമല്ലേ. അതാ പറഞ്ഞത്, അത് അവരുടെ നിവൃത്തികേടാണ്. ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഈ പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ വിഷയമില്ലായിരുന്നേ. പണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ക്യാമറയും കാര്യങ്ങളും മൊബൈൽ ക്യാമറകളും ഒന്നും ഇല്ലായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ അന്ന് ഇവരുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഇവർ പ്രകടിപ്പിക്കുമായിരുന്നു. പല നടീനടന്മാരുടെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ദേഷ്യപ്പെടുന്നതും അതും ഇതുമൊക്കെ. അന്ന് മൊബൈൽ ക്യാമറ ഉള്ള ചെറിയ 3GB ക്യാമറ ഉള്ള അതേ ചിത്രീകരിച്ച വിഷ്വൽസൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ഇപ്പം വലിയ സൂപ്പർ സ്റ്റാറായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ അന്ന് ദേഷ്യപ്പെട്ടതൊക്കെ ഇപ്പോൾ അവർ മാറി. കാരണം വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ തുടങ്ങും ക്യാമറ. അവിടം വരെ അവരുടെ യഥാർത്ഥ സ്വഭാവമായിട്ട് ഗേറ്റ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഉടനെ ഹായ് പിള്ളേരെ കൊച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് മെഴുകും. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനായിട്ടാ, ഞാൻ അവരെ കുറ്റം പറയത്തില്ല, കാരണം അത് അവരുടെ നിവൃത്തികേടാണ്. പക്ഷേ ഇത് കണ്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരെപ്പോഴും നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ പൊട്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളാണെങ്കിൽ പോലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക, നമുക്കും പല സമയത്തും പല സ്വഭാവമാണല്ലോ. പുറത്തോട്ട് ഇറങ്ങുമ്പം ഇവർ ഈ ക്യാമറയായിട്ട് എത്ര പേര് വട്ടം ചുറ്റി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമല്ലേ, ഒന്ന് പോയിനടാ അവിടെ നിന്ന് പറയുമല്ലേ. പക്ഷെ ഇവർ പറയത്തില്ല,
എന്ത് ചെയ്യാനാന്ന് പറ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തിനാണ് എവിടെയോ കിടക്കുന്ന ഈ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പരിചയമില്ലാത്ത ആളുകളെ പോയി തല്ലാനും പിടിക്കാനായിട്ടും ഈ സോഷ്യൽ മീഡിയ വഴി തെറി വിളിക്കാനും ഒക്കെ ഈ പോകുന്നത്? ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളൊന്നും നിങ്ങളെ അറിയത്ത് പോലുമില്ല, നിങ്ങളെ കണ്ടാലൊന്നും തിരിച്ചറിയത്ത് പോലുമില്ല. പിന്നെ എന്തിനാണ് അവരവരുടെ ജോലി ചെയ്യുന്നു, ശമ്പളം മേടിക്കുന്നു, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ ഇവർക്ക് വേണ്ടി ഈ കിടന്ന് തല്ലാനും പിടിക്കാനും ഒക്കെ പോകുന്നത് എന്തിനാണ്? ഇത് തന്നെയാണ് ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടും അണികൾ ചെയ്യുന്നത്. അതൊന്നും മനസ്സിലാക്കുക. ഞാൻ സത്യം പറയാനുണ്ടല്ലോ, ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോഴത്തേക്ക് ശരിക്കും മെൻ്റൽ പ്രോബ്ലം ഉള്ള ആളുകളായിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ മാനസികമായിട്ട് പ്രശ്നമുള്ള ആളുകൾ ചിലപ്പോൾ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലോ ഒക്കെ കണ്ടിട്ടില്ലേ? ഇവർ ചുമ്മാ എന്തെങ്കിലും ഒരു കല്ലോ കമ്പോ ഒക്കെ കൈ കാണും. ഇതൊക്കെ വെച്ചുകൊണ്ട് ചുമ്മാ കറക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്വയമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? അയ്യോ പാവം, പോട്ടെ, അവർക്ക് അത്രയ്ക്കുള്ള മാനസിക വളർച്ച ഉള്ളൂ, അതുകൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നം ആയതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പെരുമാറുന്നത് നമ്മൾ കണക്കാക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരെ ഞാൻ കണക്കാക്കുന്നത്. എന്ത് നോക്കിയേ, ഇവരുടെ വിചാരം, ഞാൻ ആദ്യം പറഞ്ഞ ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ വലിയ സംഭവം കിട്ടുമെന്നാണ് ഇവരുടെ വിചാരം. പക്ഷേ ഇവരെ തിരിഞ്ഞു നോക്കുന്നത്, ഇവരെ ഒന്നും കണ്ടാൽ തിരിച്ചറിയത്തുമില്ല എന്നുള്ള കാര്യം, സത്യാവസ്ഥ ഇവർ മനസ്സിലാക്കുന്നുമില്ല. എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ട് എവിടെയോ കിടക്കുന്ന മനുഷ്യന്മാരെ വേണ്ടിയിട്ട്, എടാ നീ എൻ്റെ മോഹൻലാലിനെ, നീ എൻ്റെ മമ്മൂട്ടി, നീ എൻ്റെ സുരേഷ് ഗോപിനെ ഒക്കെ കുറ്റം പറഞ്ഞല്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ, എന്തോ കാര്യത്തിനാണ്. എന്നിട്ട് കയ്യും കാലും മുറിച്ച് വീട്ടിൽ പോയിരിക്കും, അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കും. ഇതൊക്കെയാണ് പരിപാടി. സോഷ്യൽ മീഡിയ വഴി തെറി വിളിക്കുക എന്നല്ലേ. ഞാൻ ഈ പറഞ്ഞ തന്നെ നിങ്ങൾ മറ്റൊരു വ്യൂ പോയിൻ്റ് കൂടെ ചിന്തിച്ച് നോക്കി. അതായത് ഞാൻ ഈ പറഞ്ഞ വ്യൂ പോയിൻ്റ്, അതായത് ഇവരെ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ അടി പിടിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴേ നിങ്ങൾ ഇവരെ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളുകളായിട്ട് ജസ്റ്റ് ഒന്ന് കണക്കാക്കുക. വമ്പൻ കോമഡിയാണ്. ഞാനിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല പല പോസ്റ്റുകൾ കാണുമ്പോഴേ ഈ അടി പിടിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും. അപ്പോൾ പാവം തോന്നും. ചിലപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ പ്രൊഫൈലിൽ കയറി നോക്കും, ചുമ്മാ ചിരിക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ വലിയ വലിയ ജോലികളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളൊക്കെ, വലിയ IT ഫീൽഡും ഡോക്ടർമാരും എൻജിനീയർമാരും വലിയ ആളുകളൊക്കെ ഉണ്ടേ. പക്ഷേ ഇവർ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഒരു വളർച്ചയില്ല. ചുമ്മാ മോഹൻലാലി മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് അടി പിടിച്ചോണ്ടിരിക്കുക. എന്നെ കോമഡിയാന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമയുടെ പോസ്റ്റർ വന്നു, ഒരു മമ്മൂട്ടിയുടെ സിനിമയുടെ ഒരു പോസ്റ്ററാണെന്ന് വെച്ചോ. ഇതിനടിയിൽ ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് അത് ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചോ, ഉടനെ ഇയാളെ അങ്ങോട്ട് മോഹൻലാൽ ഫാനാക്കും. ഇയാൾക്ക് സത്യം പറഞ്ഞാൽ ഇയാളെ ഒരു സിനിമയുടെ ഫാനല്ലായിരിക്കാം, പക്ഷേ ഇയാളെ മോഹൻലാൽ ഫാനാക്കിയിട്ട് എന്നിട്ട് മോഹൻലാലിൻ്റെ കുറേ സിനിമയുടെ ലിസ്റ്റ് അങ്ങോട്ട് എടുത്തിടും. ഇയാൾ ഈ സിനിമയെ കാണിച്ചു കൊണ്ടോ മറ്റതാണ് മറിച്ചതാണെന്ന് പറയും. ഇയാൾ മൈൻഡ് ചെയ്യത്തില്ല. ഇയാൾ അത് എഴുതിയിട്ട് അയാൾ ആ വഴി പോയി. അപ്പോൾ ഇപ്പുറത്ത് വന്ന് മോഹൻലാൽ ഫാൻസുകാർ വരും, പോടാ വീര നീ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കുറേ സിനിമയുടെ ലിസ്റ്റ് അങ്ങോട്ട് ഇടും. എന്നിട്ട് ഇവർ കിടന്നുകൊണ്ട് അടി പിടിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കി, എന്നാ കോമഡിയാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഈ നടീനടന്മാരെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതിനകത്തൊന്നും യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അമിതമായിട്ട് അവർക്ക് വേണ്ടി ഈ വഴക്ക് പിടിക്കാനും സോഷ്യൽ മീഡിയ കിടന്ന് അടി പിടിക്കുന്നതൊന്നും ശരിയല്ല എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു വീഡിയോയിൽ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിലെ കലാകാരനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തെ എവിടെയെങ്കിലും കാണാൻ അവസരം വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണും, സെൽഫി എടുക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എടുക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അതായത് മോഹൻലാലിന് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വഴക്ക് പിടിക്കാനായിട്ടും അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമയും ന്യായീകരിച്ചും മെഴുകാനും ഒന്നും നമ്മളെ കിട്ടത്തില്ല. അതായത് അവരൊരു സാധാരണ മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെ ചോര നീരുള്ള മനുഷ്യരാണ്. അവർക്കും ദേഷ്യമുണ്ട്, സങ്കടമുണ്ട് എന്ന് മനസ്സിലാക്കി പെരുമാറാൻ മാത്രം ശ്രമിക്കുക. അല്ലാതെ കണ്ട് നമ്മൾ പറഞ്ഞാൽ ഞാൻ ഫാനാണ്, എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ്, ഞാൻ സെൽഫി എടുക്കാൻ ചെല്ലുന്നതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ വിചാരിക്കാതിരിക്കുക.